ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം. ഉയരങ്ങളിൽ നിന്ന് വിവാദങ്ങളുടെ താഴ്ചയിലേക്ക്, പ്രതിസന്ധികളെ മറികടന്ന് വീണ്ടും ഉന്നതങ്ങളിലേക്ക്. ഇപ്പോഴിതാ മറ്റൊരു വിവാദം വന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കുന്നു. പൊതുസമൂഹത്തിന് പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്ന ചില സംശയങ്ങളുണ്ട്. അവ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് തന്നെ ഉന്നയിക്കുകയാണ് ഇന്ന് നേരെ ചൊവ്വയിൽ. ശ്രീ കുഞ്ഞാലിക്കുട്ടിയിലേക്ക്. അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ചില സംശയങ്ങളാണ് ഞാൻ ആദ്യം ഉന്നയിക്കുന്നത്. ഒന്ന്, താങ്കൾ തന്നെ എന്തുകൊണ്ടാണ് പരസ്യമായി ഈ വിഷയം ഉന്നയിച്ചത്? ആദ്യമായി ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നു എന്ന് മനസ്സിലായി. അതായത് ഞാൻ ഡീല് ചെയ്യുന്നത് ശരിയായ അർത്ഥത്തിലുള്ള ഒരാളോടല്ല, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളോടാണ്. മാത്രമല്ല 10 വർഷം ഇല്ലാത്ത ഒരു സംഗതിയുടെ പേരിൽ, അതായത് ഒരു മൊഴി, ഇല്ലാത്ത ഒരു മൊഴി, ഉണ്ടാക്കിയ ഒരു മൊഴി, അത് ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, എപ്പോഴുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ ഒരാൾ തന്നെ, ഒരേ ഒരാൾ. ആ മൊഴി വെച്ച് എന്നെ ഇപ്പോൾ എത്രയായി 13 കൊല്ലം, അതിൽ 1.5 കൊല്ലം ഇപ്പോൾ പിന്നെ ബന്ധമില്ല, ആ 10-12 കൊല്ലം ദീർഘമായി പീഡിപ്പിച്ച ഒരാൾ, ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരാൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. അത് ആ സംഗതി മുന്നോട്ട് പോകുന്നു. അതിൽ ഒരു പക്ഷേ എന്നെ കൊല്ലുക വരെ ചെയ്യാം. കാരണം മുൻ അനുഭവങ്ങൾ, ഞാനതിൻ്റെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും പോലീസിൽ കൊടുത്തിട്ടുണ്ട്. വൈ ഐ ഡൗട്ട് എ ത്രട്ട് എന്നുള്ളത് മുഴുവനായി ഞാൻ പോലീസിൽ വധശ്രമ കേസിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൺവിൻസിംഗ് ആയി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു 2 മിനിറ്റ് സമ്മതിക്കും, എന്നെപ്പോലെ ഇതേ അനുഭവമുള്ള നിരവധി ആളുകൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വസ്തു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ പിന്നാലെ കൂടി ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യങ്ങൾ നേടുന്ന ഒരു 8-10 ആളെങ്കിലും ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ വന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ വിവരം ഞങ്ങൾക്ക് നേരത്തെ കിട്ടി, ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടി, വളരെ വ്യക്തമായ വിവരം. ഞങ്ങളുടെ കുട്ടികളും അല്പം സമർത്ഥന്മാരാണ്, അവരതിൻ്റെ പിറകെ പോയി. റൌഫിനെ കുറിച്ചിട്ടാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും പൊതുസമൂഹത്തിന് അറിയില്ല താങ്കളും റൌഫും തമ്മിൽ എന്തിന് പിണങ്ങി എന്ന്. അല്ല, പിണക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കാലത്തും ഇണങ്ങിയിട്ടില്ല. ഒരു കാലത്തും ഒന്നിച്ച് പിന്നെ ഒരു മനസ്സറിഞ്ഞ ലോക്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ പിന്നെ കല്യാണം കഴിച്ച കാലത്ത് വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ഉണ്ടായിരുന്നല്ലേ. 91 ഞാൻ മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഞാൻ ഒരു നിലക്കും അടുപ്പിച്ചിട്ടില്ല. അടുപ്പിക്കരുത് എന്നുള്ളത് കുടുംബത്തിൻ്റെ ഉപദേശമായിരുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും വലിയ ആപത്തിലേക്ക് താങ്കളെ റൌഫ് കൊണ്ടുപോകാൻ ഇടയുണ്ട് എന്ന് കണ്ടിട്ട് താങ്കൾ ഇതിന് ഒരു നിർത്തൽ, ഒരു സുല്ലിടുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇപ്പം എന്തായാലും ഈ 1.5 വർഷത്തെ പോലത്തെ അകലം നിങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. അല്ല, എനിക്കൊരല്പം സമയം തന്നാലേ 10 കൊല്ലത്തെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുള്ളൂ. ചോദ്യങ്ങൾ തുരുതുരാ വന്നാൽ എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ഞാനിത് പോലീസിൽ കൊടുത്ത മൊഴിയാണ് ഞാൻ പറയുന്നത്, ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. അതായത് ഞാൻ പോലീസിൽ കൊടുത്ത മൊഴി എന്ന് പറയുന്നത്, മുമ്പ് എനിക്ക് 91-96 ഭരണകാലത്ത് ഇതേപോലെ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ ലോകം കണ്ടിട്ടില്ല, അങ്ങനെ ഇല്ലായിരുന്നു. ഒരിക്കൽ മന്ത്രിസഭയിലുള്ളപ്പോഴും ഇല്ലായിരുന്നു. അത് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഷുഡ് ബി അണ്ടർലൈൻ. ദെൻ വാട്ട് ഹാപ്പൻഡ് 2001 മന്ത്രിസഭ വന്നതിന് ശേഷം, 97 ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതാണ്, അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. ഞാനല്ല ആദ്യത്തെ ആൾ. കോഴിക്കോട് നഗരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വലിയ പ്രമുഖ വ്യക്തികൾ ഈ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായി ജീവിക്കുന്നുണ്ട്. കത്തി കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആധാരം ഒപ്പിടിച്ചവൻ അവിടെ ജീവിക്കുന്നുണ്ട്. മനോരമയ്ക്ക് പോയി നോക്കാം. അതേപോലെ ഞാനിത് ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. ആധാരം അവിടെ പോയി നോക്കാം, അവിടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീ കൊടുത്തിട്ട് അത് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിഭയങ്കരമായി, എൻ്റെതൊന്നും അല്ല, അതിനേക്കാൾ കൂടുതൽ
ഉള്ള പീഡനം സഹിക്കുന്ന കുടുംബത്തെ അവിടെ കാണാൻ ഇനി ആ ഉദാഹരണം പറയുന്നില്ല. ഉദാഹരണം കാരണം ഇന്റർവ്യൂ മുഴുവൻ അല്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അവസരം തന്നേ പറ്റുള്ളൂ. 97 ഈ കേസ് ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ ആണ് സംഭവം ഗതി മാറുന്നത്. ആ സമയത്ത് മൊഴി ഉണ്ടാക്കി, അദ്ദേഹം തന്നെ മൊഴി ഉണ്ടാക്കി, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ മൊഴി കയ്യിൽ വെച്ചുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് കത്തിയാണെങ്കിൽ മറ്റുള്ളവരെ തീ കൊടുത്ത് ഇല്ലാതാക്കി അത് തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഓടിച്ചെന്ന് അതിൻ്റെ കൂടലാണ് എങ്കിൽ എൻ്റെ കാര്യത്തിൽ പെൺകുട്ടികളുടെ ഒരു മൊഴിയാണ്. അത് കത്തിയേക്കാൾ ഷാർപ്പാണ്, അത് തോക്കിനേക്കാൾ മോശമുള്ളതാണ്. ഞാൻ നിൽക്കുന്ന ഉയർച്ച അത്ര വലുതാണ്. ഇത് മനസ്സിലാക്കി ഭംഗിയായി ചെയ്തു. അത് മിസ്റ്റർ ജോണി ലൂക്കോസിന് സ്വന്തമായി വരുമ്പോഴേ അറിയുള്ളൂ. കാരണം അത്തരത്തിലുള്ള ഒരു മൊഴി കയ്യിൽ വെച്ച് പിന്നാലെ നടന്നാൽ ഇത് ഞാൻ TV-യിൽ കൊടുക്കും, പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്പമൊക്കെ ഒന്ന് പതറിപ്പോവും. എൻ്റെ കാര്യത്തിൽ ആ പതർച്ച ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വെല്ലുവിളിക്കാം, അദ്ദേഹം ഉണ്ടാക്കിയ തെളിവല്ലാത്ത ഒരു തെളിവ്, ഒരൊറ്റ തെളിവ്, ആർക്കെങ്കിലും പണം കൊടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ചെയ്തു എന്ന് കാണിച്ചാൽ ഞാൻ ആ കേസിൽ പ്രതിയായിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരൊറ്റ തെളിവ് കാണിക്കണം, ഈ മൊഴിക്ക് ശേഷമുള്ള തെളിവ് കണ്ടില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ദേശവിരുദ്ധനെന്നും ഭീകരജീവി എന്നും വിളിച്ച ഇയാളെ കുറച്ചുകൂടെ നേരത്തെ തുറന്നു കാട്ടേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇത്രയും വൈകി? അതാണ് ഞാൻ അന്ന് കുറ്റസമ്മതം നടത്തിയത്. അല്ലാതെ കാര്യം ചെയ്തു കൊടുത്ത് മീഡിയ അത് പിന്നെ കാര്യം ചെയ്തു കൊടുത്തു എന്ന് പ്രൊജക്ട് ചെയ്തു. പക്ഷെ ഞാൻ നടത്തിയ കുറ്റസമ്മതത്തിന്റെ സ്പിരിറ്റ് അതാണ്. അതായത് ഇന്ന് ഞാൻ എടുത്ത ഈ റിസ്ക് ഏത് സമയത്താണ് ഞാൻ ഈ റിസ്ക് എടുത്തിരിക്കുന്നത്? UDF-ന്റെ ഗ്രാഫ് വളരെ കൂടുതൽ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഗ്രാഫ് മുകളിലെത്തി നിൽക്കുന്ന ഒരു സമയത്താണ്. എന്താ അത്രയും വലിയൊരു മണ്ടനാണോ ഞാൻ? അപ്പോൾ ഒരു വെളിപ്പെടുത്തലിന് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യാൻ വിചാരിച്ചിരുന്ന ടൈം ഉണ്ടല്ലോ, അതാണ് ക്രൂഷ്യൽ. ഞാൻ പറയാം, വൈ ദീസ് വെളിപ്പെടുത്തൽ നൗ എന്നുള്ളതിന്റെ കാരണം മനസ്സിലാക്കണം. Different people, one home. ManoramaOnline.com, your home